ഉത്തരേന്ത്യയിൽ നിന്ന് ഭീകരത ദക്ഷിണേന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ സൂചന, ഏറ്റവും അടുത്ത സൂചനയാണ് മംഗളൂരുവിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്നത് ബജരംഗൾ നേതാവ് ആയിരുന്ന എന്ന് ഞാൻ പറയുന്നത്, ഈ വ്യക്തി അത്യാവശ്യം ഗുണ്ടാപ്പണികളും മറ്റും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നും ഗുണ്ടാ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സത്യമെന്ന് എനിക്കറിയില്ല. ആ മാധ്യമ റിപ്പോർട്ട് മാത്രമേ എനിക്കും അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് റിമാൻഡിലോ മറ്റോ ആയിരുന്നത്, അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കാര്യമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നേതൃസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് അറിയുന്നത്. അപ്പോ ഒരു പഞ്ചിന് വേണ്ടി ബജരംഗൾ നേതാവ് എന്ന് പറഞ്ഞു പോകാൻ എനിക്ക് പറ്റുന്നില്ല. നേതാവായിരിക്കില്ല, പാർട്ടി തന്നെ ഒരു പക്ഷെ പുറത്താക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മാറി നിൽക്കുന്നുണ്ടാകാം. രണ്ടായാലും ബജരംഗൾ ദൾ പ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കൊലയാണ് ഇപ്പോൾ വലിയ ഒരു വിവാദമായി, വലിയൊരു പ്രശ്നമായി, ആ പ്രദേശമൊക്കെ വലിയ വിഷയമായി നിൽക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് നടന്ന മറ്റൊരു സംഭവമാണ് മംഗളൂരുവിലെ ഒരു പ്രാദേശിക ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത്. ആ ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഇയാൾ ഒരു മാനസികാസ്വതയുള്ള ഒരാളാണ്. കാര്യം പുൽപ്പള്ളിയിൽ ആ മേഖലയിൽ അന്വേഷിച്ചെന്നും എനിക്ക് മനസ്സിലായത് അതാണ്. കുറച്ച് മാനസികമായിട്ട് പ്രയാസമുള്ള ഒരു വ്യക്തി തന്നെയാണ്. കളി കാണാനിരുന്നവർ ആരോടോ വെള്ളം ചോദിക്കുകയോ മറ്റെന്തോ കാര്യങ്ങൾ ചെയ്തു. ഇയാൾ ഒരു മുസ്ലിമാണ് എന്ന് അറിഞ്ഞപ്പോ ഒരു തക്കം പാർത്തിരുന്നു കൊണ്ട് ഒരു കലാപത്തിന് കോർത്തിരുന്ന കുറെ ആരൊക്കെയോ ഇദ്ദേഹം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി. കടുപ്പ് സ്വദേശിയായിട്ടുള്ള സച്ചിൻ അടി തുടങ്ങി വെച്ചു. പിന്നീട് കാണികളും കളിക്കാരും കളിക്കാൻ വന്നവരും മുഴുവൻ ആൾക്കാരും കയറി അങ്ങോട്ട് നിരങ്ങി. ചുരുക്കം പറഞ്ഞാൽ മർദ്ദനമേറ്റ് ആന്തരിക രക്തസ്രാവം മൂലം ആള് മരണപ്പെട്ടു, അഷ്റഫ് മരണപ്പെട്ടു. ഇത് ഒരു വർഗീയ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യ വല്ലാണ്ട് കലക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിരുന്നു. ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നു എന്ന് പോലീസിൽ വിവരം അറിയിച്ചിട്ടും പോലീസ് അനങ്ങാതെ നോക്കിയിരുന്നു എന്നുള്ളത്. എന്താണ് അങ്ങനെ ഇരുന്നെന്ന് അറിയാൻ വയ്യ. ആൾക്കൂട്ട മർദ്ദനം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസ് സ്ഥലത്തെത്തി ആളെ രക്ഷിക്കാൻ നോക്കേണ്ടതാണ്. പക്ഷെ ഒന്നും ചെയ്തില്ല. ഈ അഷ്റഫ് മരണപ്പെട്ട ശേഷം, കൊല്ലപ്പെട്ട ശേഷം 2 മണിക്കൂറോളം അങ്ങനെ തന്നെ കിടന്നിരുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അത് ഒരു RSS BJP സംഘപരിവാർ മുസ്ലിമിനെ കൊന്നു എന്ന നിലയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കപ്പെട്ടു എന്നത് വാസ്തവമാണ്. ഇതിന്റെ അപകടം ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന്. അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഇതിന് മറ്റാരെങ്കിലും ഇത് മുതലാക്കിക്കൊണ്ട് ഇതിനെ ഒന്ന് ആളിക്കത്തിക്കാൻ ശ്രമിക്കുമെന്ന്. അത് തന്നെയാണ് 2 ദിവസത്തിനുള്ളിൽ വീണ്ടും സംഭവിച്ചത്. മംഗളൂരുവിലെ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇതും തമ്മിൽ ബന്ധിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഒന്ന്, ഇവിടെ ഒരാളെ കിട്ടിയപ്പോ അവരുടെ കലിപ്പെല്ലാം കൂടി, അങ്ങനെയാണല്ലോ ഇവിടെ സാധാരണക്കാര്, ഓരോ പാർട്ടിയുടെയും സാധാരണക്കിടയിലുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ സംഘികൾ, കഴിഞ്ഞൊരു വീഡിയോയിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു, കമ്മികൾ, സംഘികൾ, ചുടാപ്പികൾ, കൊങ്ങികളോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ആ അർത്ഥത്തിൽ ഓരോ പാർട്ടിയുടെയും അല്ലെങ്കിൽ സംഘടനയുടെയും ഏറ്റവും താഴേക്കിടയിലുള്ള കുറെ സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള കുറെ ആൾക്കാർ, അവർ അവരുടെ ദേശസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ തല്ലിക്കൊല്ലുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ തല്ലിക്കൊല്ലുന്ന, എതിർ ജാതിക്കാരെ, മതക്കാരെ, മതവിശ്വാസികളെ ഒക്കെ തല്ലിക്കൊല്ലുന്ന, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒക്കെ തല്ലിക്കൊല്ലുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരാൾക്കൂട്ട കൊലയാക്കി അതിനെ മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നത് നമുക്ക് കാണാം. അതിനൊരു പക്ഷേ നിയമ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടന്നിട്ടുള്ള അഷ്റഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്. ഏതായാലും അതിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തു പോലീസ്. കുറച്ചുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ രീതിയിൽ അങ്ങനെ പോകുന്നു. അതിനിടയിൽ അത് വെച്ചുകൊണ്ട് കലക്കി വീണ്ടും ദക്ഷിണേന്ത്യയെ കലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്ന് ബജരംഗൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹാസ് ഷെട്ടിയുടെ നേരത്തെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ആള് ഗുണ്ടാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നാണെന്ന് പറയുന്നു, ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരിൽ ആരെങ്കിലും വന്ന് ചെയ്തതാകാം. ഒരുപക്ഷെ ഇതിന് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായില്ലായിരിക്കാം. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇപ്പുറത്ത് ഒരാളെ, ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു വിഭാഗത്തെ നോക്കി നടക്കുകയായിരുന്നു ഒരു വിഭാഗം. അവരുടെ അജണ്ടയുടെ ഭാഗമായി കിട്ടിയപ്പോൾ അങ്ങോട്ട് കൊളുത്തി. മറുഭാഗത്ത് ബജരംഗൾ നേതാവിനെ കൂടി, അല്ലെങ്കിൽ നേതാവായിരുന്ന ഒരു വ്യക്തിയെ കൂടി കൊളുത്തിയോടുകൂടി സംഭവം ഒരു വർഗീയ സംഘടനത്തിലേക്ക് എത്തി നിൽക്കുക. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ശിഥിലീകരണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് ശരി. അങ്ങനെ ഒരു വിഭാഗം ശ്രമിക്കുന്നു. അത് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കമ്മി, കൊങ്ങി, സംഘി, സുഡാപ്പി എന്ന് പറയുന്ന ഏറ്റവും താഴെക്കടയിലുള്ള എല്ലാ പാർട്ടികളുടെ ഏറ്റവും താഴെയിലുള്ള കുറെ സാമൂഹ്യ ദ്രോഹികൾ, അല്ലെങ്കിൽ സംഘടനയുടെ ഏറ്റവും താഴെയുള്ള കുറെ സാമൂഹ്യ ദ്രോഹികൾ. എനിക്കിത് പറയുന്നതിൽ യാതൊരു മടിയില്ല. അവരാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത്. അത് വെച്ച് മുതലെടുക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റുള്ളവർ. അതായത് താഴേക്കടയിൽ ഇവർ നടത്തുന്ന കുതന്ത്രങ്ങൾ
അല്ലെങ്കിൽ ഇവരുടെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിന്റെ റിസൾട്ട് മേലെയുള്ള മറ്റു പാർട്ടി നേതാക്കൾ അവരെടുക്കുന്നുണ്ട്. അത് വസ്തുവാണ്. അത് എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം നടക്കുന്നത്, ഭരണത്തിലിരിക്കുന്നതുമെല്ലാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി ഏറ്റവും താഴെക്കടയിലുള്ള ജനങ്ങളാണ് പരസ്പരം സഹകരിച്ചും സൗഹൃദത്തോടെ ജീവിക്കേണ്ടത് എന്ന സാഹോദര്യവും സമത്വവും സൗഹൃദത്വവും ഒക്കെ വേണ്ടത് അവർക്കാണ്, ഈ ഭരണ നേതൃത്വങ്ങൾക്കല്ല, നേതാക്കന്മാർക്കല്ല. അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾ തൊട്ടടുത്ത് താമസിക്കുമ്പോൾ ഞാൻ മുസ്ലിം നീ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഈ ഇന്ത്യ ഇല്ല. അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ നേതാക്കൾക്കോ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനോ ഒന്നും താല്പര്യമില്ല. പൗരബോധവും പൗരധർമ്മവും ഇവിടെ ഇല്ല, അതൊന്നും പഠിപ്പിക്കുന്നില്ല. സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ അതേ ഉള്ളൂ ഇവിടെ. ഉത്തരേന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. ക്രമേണ വികസനമോ മറ്റു കാര്യങ്ങളോ വെച്ച് അവരുടെ മൈൻഡ് മാറി അടുത്ത തലമുറ ലെവലായി വർഗീയതയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. പെട്ടെന്ന് മാറ്റാൻ പറ്റൂല. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അന്യ സമുദായക്കാരൻ, അന്യഗോത്രക്കാരൻ, അന്യജാതിക്കാരൻ, അന്യമതക്കാരൻ അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ് എന്ന വിധത്തിലുള്ള ഒരു ചിന്ത ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത് അത്തരത്തിലൊരു ചിന്ത എല്ലാ വിഭാഗങ്ങളിലും ഉള്ളതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും താഴെക്കിടയിലുള്ള ആ വിഭാഗങ്ങളിൽ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ എന്തെങ്കിലും അക്രമങ്ങളും അതിക്രമങ്ങളും പല ഭാഗത്തും നടക്കും. അതിന് രാജ്യവ്യാപകമായി വർഗീയ സംഘടനയെ വ്യാഖ്യാനിക്കുകയും അതിന്റെ ഫലമായിട്ട് മറ്റു പലയിടങ്ങളിലും എതിർചേരിയിലുള്ള, അതായത് നേരത്തെ ആരാണ് കൊല്ലപ്പെട്ടത്, അവരെ ആരാണ് കൊന്നു എന്ന് ആരോപിക്കുന്നത്, അവരുടെ ചേരിയിലുള്ള ആരെങ്കിലും പിടിച്ചു കൊന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കാനും ആളിക്കത്തിക്കാൻ ശ്രമിക്കും. അതൊരു വാസ്തവമാണ്. ഇതും അങ്ങനെ തന്നെയാണോ? ഈ സുഹാസ് ഷെട്ടിയുടെ മരണവും കൊലപാതകവും അങ്ങനെ തന്നെയാണോ എന്ന് സംശയിക്കണം സ്വാഭാവികമായും. രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം, ഇഷ്ടം. രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് വളരെ വളരെ ഗുരുതരമായ നിലയിലേക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കൊല്ലപ്പെട്ട അഷ്റഫും ഈ സുഹാസ് ഷെട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവർ സംഘടനാപരമായിട്ട് അവർക്ക് യാതൊരു വിരോധവുമില്ല. വേറെ ഏതെങ്കിലും അടുപ്പോ മറ്റു കാര്യങ്ങളോ ഇല്ല, മറ്റു ഇടപാടുകളോ ഒന്നുമില്ല. അപ്പോൾ രണ്ട് പ്രദേശത്ത് കിടക്കുന്ന രണ്ട് വ്യക്തികളെ കൊന്നുകൊണ്ട് ഇവിടെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെച്ച് ആരാണ് വിളവെടുക്കുന്നത് എന്ന് നോക്കിയാൽ ഇതിന്റെ ഉത്തരം കിട്ടും. ഞാൻ പറയുന്നത് അതിലേക്ക് നമ്മളായിട്ട് നിന്നു കൊടുക്കരുത് എന്നാണ്. നമ്മളെ തമ്മിലടുപ്പിക്കാനും, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്, പലർക്കും പറ്റുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. യൂട്യൂബ് ചാനൽ, അതിലൂടെ മാത്രമേ എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ കഴിയൂ. അതുകൊണ്ട് എന്റെ താല്പര്യങ്ങൾ, എന്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുത്തെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനികൾ ആരായാലും പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ കലഹിക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അത് ആവശ്യമില്ലാതെ തന്നെ ഒരുമിച്ച് സഹോദര്യത്തോടെ ജീവിക്കാൻ പറ്റും. ആരും ആരുടെയും മുതൽ പിടിച്ചെടുക്കാതെ, ആരുടെയും മുതൽ കൊള്ളയടിക്കാതെ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. എല്ലാവർക്കും വളരെ സംതൃപ്തിയോടെ ജീവിക്കാൻ പറ്റും. പക്ഷെ ആ അന്തരീക്ഷം ഒരുങ്ങണം. അതിന് നമ്മളെ മുകളിലുള്ളവരും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമുക്കത് പറഞ്ഞു തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ളവരത് പറയണം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഈ രാജ്യം വളരെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഇനിയെങ്കിലും ഒരുമിച്ച് പോകാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ ഭരണകർത്താക്കളും മറ്റുള്ളവരും ഒക്കെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അത് അവർ പഠിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇന്ന് വളരെ ശക്തമായ ഒരു ആയുധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു പ്രതിരോധവും അതുപോലെ ആയുധവുമാണ്. അപ്പോൾ ആ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തയ്യാറായി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂട്യൂബേഴ്സ് അത്തരത്തിൽ കൂടി വാർത്തകൾ ചെയ്യണം. ഇതിനെ ഒരറ്റത്ത് നിന്ന് കത്തിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് കത്തിച്ച് കുളമാക്കി രാജ്യത്തെ കുട്ടിച്ചോറാക്കാനല്ല നിൽക്കേണ്ടത്. പകരം അതിന്റെ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് പരസ്പര ഐക്യത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗളൂരിൽ അഷ്റഫിനെ കൊലപ്പെടുത്തിയ വിഭാഗത്തിന്റെ നേതാവിനെയാണ് ഒരുപക്ഷെ ഇവിടെ കൊന്നതെങ്കിൽ കൂടി അതിനെ ആ അർത്ഥത്തിൽ എടുക്കാതെ ഇനി ഇത് തുടർന്നു പോകാതെ ഒരു നിലപാടുണ്ടാക്കാൻ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും താഴെക്കടയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ സംഘി, കൊങ്ങി, കമ്മി, സുഡാപ്പികൾ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.